മങ്കട വെള്ളിലയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച വെള്ളില തസ്കർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. മരണപ്പെട്ട ഫഹദ്, സിയാദ്, റഹീസ്, ബഹാഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. മങ്കട വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ കാഴ്ച കാണാനെത്തിയ 7 പേർക്കാണ് ഇടിമിന്നലേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. 4 പേർ ഇടിമിന്നലിൽ മരണപ്പെട്ടിരുന്നു. വെള്ളില മലയിൽ പുതുക്കുടി അലിയുടെ മകൻ റഹീസ്, പുത്തൻ വീട്ടിൽ കൂരിമണ്ണിൽ സൈദലവിയുടെ മകൻ ബഹാസ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. മരിച്ച ഫഹദിന്റെ സഹോദരൻ റോഷൻ, റഹീസിന്റെ സഹോദരൻ സൽമാൻ ഫാരിസ്, മലയിൽ മുസ്താഖിന്റെ മകൻ ഇഷഹാത്ത് എന്നിവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മരിച്ച ഫഹദ്, സിയാദ്, റഹീസ്, ബഹാസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിലയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. വെള്ളില തസ്കർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മുതൽ 2 മണിക്കൂർ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.പിമാരായ എ.ടി. മുഹമ്മദ് ബഷീർ, എം.പി. അബ്ദുൽ സമദ് സമദാനി, പി.വി. അബ്ദുൽ വഹാബ്, എം.എൽ.എമാരായ മഞ്ഞളാംകുഴി അലി, കെ.കെ. ആബിദ് ഹുസൈൻ തങ്ങൾ, നജീബ് കാന്തപുരം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, നിയുക്ത എം.എൽ.എയും ഡി.സി.സി പ്രസിഡന്റുമായ വി.എസ്. ജോയ്, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ജുവൈരിയ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, CPM മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ എന്നിവർ മയ്യിത്ത് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. സഹോദരങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അവിടെ ദോഷങ്ങൾ നീക്കും, ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല, നീ വിശാലമാക്കണേ അല്ല, അവരെ ഞങ്ങൾ തന്നെ ഒരുമിച്ച് കൂട്ടേ അല്ല, അവിടെ ഉപ്പമാർ ഉമ്മമാർ കുടുംബങ്ങൾ നാടിന് സമൂഹത്തിന് ഈ ക്ഷമ സമാധാനം നൽകണേ അല്ല, നൽകണേ അല്ല, ഇത് ഞങ്ങൾക്കൊരു പരീക്ഷണങ്ങളാക്കല്ല അല്ല, ഒരാൾക്കും ഈ ഒരവസ്ഥ നൽകല്ല അല്ല, ഇത് പെട്ടെന്നുള്ള മരണം മുഹ്റബിയായ ഷഹീദിന്റെ മരണം ഇനി സ്വീകരിക്കണേ അല്ല, രക്തസാക്ഷികളുടെ പൂർണ്ണ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ല. ഒന്നിച്ച് കളിച്ചു വളർന്ന ഉറ്റ സുഹൃത്തുക്കളായ 4 പേരുടെ ജീവനാണ് മിന്നൽ അപകടത്തിൽ പൊലിഞ്ഞത്. കുട്ടികളുടെ നിശ്ചലമായ മുഖങ്ങൾ കണ്ടവരെല്ലാം വിതുമ്പി. അണമുറിയാതെ വന്ന ജനക്കൂട്ടത്തെ നാട്ടുകാരും സന്നദ്ധ സേവന പ്രവർത്തകരും ഏറെ പാടുപെട്ടാണ് നിയന്ത്രിച്ചത്. 4 പേരുടെയും വേർപാട് നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി. കുട്ടികൾ മാത്രമല്ല, പല ആളുകളും വലിയവരടക്കം എല്ലാ ആളുകളും ചെന്നിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. വൈകുന്നേരത്തിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഭയങ്കര ഇടി ശബ്ദം ഉണ്ടായിരിക്കുന്നത്. അവിടെ അടുത്തുള്ള ഒരാൾ ചെന്ന് നോക്കുമ്പോൾ കണ്ടതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ മനസ്സിലാണത്. ഒക്കെ പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാണ്. വളരെ പ്രയാസമുണ്ട്. കാരണം 18, 19, 20 വയസ്സായിട്ടുള്ള 3-4 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. ആ വീട്ടുകാരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്, നാളത്തെ ഭാവിയിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. ആ വീട്ടുകാരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി അതിലപ്പുറം നാടിനൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. 17 വയസ്സിനും 22 വയസ്സിനും പ്രായമുള്ള മങ്കട ബ്ലോക്കിലെ മങ്കട ഗ്രാമപഞ്ചായത്തിലെ 4 കുട്ടികളാണ് ഇന്നലെ ഉണ്ടായ ആ ദുരന്തത്തിൽ മിന്നൽ പിണർ വന്ന് മഴയോടൊപ്പം വന്ന ഈ മിന്നൽ തട്ടി മരിച്ചത്. തീർച്ചയായും ഞങ്ങളെല്ലാവരും മങ്കട ബ്ലോക്ക് ഒന്നടങ്കം ഈ ദുഃഖത്തിൽ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തൊട്ടടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടുന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും ദിവസേന രാവിലെയും വൈകുന്നേരവുമായി ആ സ്ഥലം സന്ദർശിക്കാറുണ്ട്. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ കുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. വളരെയധികം ദുഃഖമുണ്ട്. അവരുടെ കുടുംബങ്ങളുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഈ നാടിനെ മൊത്തം നടുക്കിയൊരു സംഭവമാണ്. ഇപ്പം എല്ലാ രക്ഷിതാക്കളും, നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല, എല്ലാ രക്ഷിതാക്കളും ഈ പ്രായം കുട്ടികളെ നമ്മൾ എങ്ങനെയാണോ
വളർത്തുന്നത് 10-20 വയസ്സായ മക്കളാണ്. ആ പ്രായം മക്കളിലൊരു രക്ഷിതാവും കൂടിയാണ് ഞാൻ. അതിൻ്റെ ആ സങ്കടം നമുക്ക് നിർത്തിയാൽ നിൽക്കാത്ത ഒരു ഇതാണ്. ഈ നാടിനെ മൊത്തം കണ്ണീരാഴ്ത്തിയതാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഓരോ പ്രതീക്ഷയോടും കൂടിയാണ് നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നത്. ഒരു 10-20 വയസ്സിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് പറഞ്ഞ പോലെ വെള്ളം തോർന്നൊരു കാലമാണ്. നമ്മളാകെ നമ്മളെ മക്കളെ ഒരു പ്രതീക്ഷയാണ്. ആ ഒരു സ്ഥാനത്താണ് നമ്മളെ മക്കളിപ്പോൾ പോയിട്ടുള്ളത്. നമുക്ക് ആർക്കും ഈ ഒരു സംഭവം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഓല് ഇന്നലെ എല്ലാവരും കൂടിയിട്ട് ഒരു വ്യൂ പോയിൻ്റ് എന്നൊരു പാറപ്പുറത്താണ് ഓല് പോയിരിക്കുന്നത്. അതിപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അതുവരെ ഓല അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഒരു ഷെഡ് ഓല് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഷെഡിലായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പിന്നെ ഓലൊരു മഴ വന്നപ്പോൾ ജസ്റ്റ് മഴ കാണാൻ എന്ന തോതിലാണ് ഓല അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടുള്ളത്. ആ ഒരു മഴയിലാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വന്നിട്ടുള്ളത്. ആർക്കും ഇതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര ദയനീയമാണ്. മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മരിച്ച റഹീസ്. മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ബഹാസ്. സിയാദ് മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫഹദിന് മൊബൈൽ ഷോപ്പിലായിരുന്നു ജോലി. ഉച്ചയ്ക്ക് 1 മണിയോടെ 4 പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെ ചടങ്ങുകൾ കഴിഞ്ഞ് 3 മണിയോടെ മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹങ്ങൾ കബറടക്കി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.